ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് കാണാനുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. ഫസ്റ്റ് കേക്ക് ചെയ്തിരിക്കുന്നത് വന്നിട്ടൊരു കാറിൻ്റെ തീമിൽ 2 kg ടോൾ കേക്കാണ്. 4th ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കാറിൻ്റെ പുറത്തായിട്ട് 4 എന്നുള്ളൊരു ന്യൂമറിക്ക് കൊടുത്തിരിക്കുന്നത്. ബർത്ത്ഡേ ബോയിൻ്റെ പേരും ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ നിന്ന് പറന്നു പോകുന്ന ബലൂൺസിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ബോൾസ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡിസൈനിങ് പരിപാടി കൂടി കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കേക്കാണ്. ഫൈനലി ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ഗോൾഡൻ ടോപ്പറും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു എൻഗേജ്മെൻറ്റ് കേക്കാണ്. അതും വളരെ സിമ്പിളായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഭംഗിക്കായിട്ട് കുറച്ച് ഗോൾഡൻ ഫോയിലിൻ്റെ ചെറിയൊരു വർക്കും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ പാറ്റേണും ഡിസൈനും എല്ലാം കസ്റ്റമർ ഡിമാൻഡ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. വർക്കൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് എൻഗേജ്ഡിൻ്റെ ഒരു ഗോൾഡൻ ടോപ്പറും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഒരു എലഗൻറ്റ് ലുക്കുള്ള കേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റായിട്ട് ഇട്ടേക്കണേ. എൻഗേജ്മെൻറ്റ് കേക്കിന് സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു 2 ടയർ ബർത്ത്ഡേ കേക്കിലോട്ടാണ്. ഇതിൻ്റെ കളർ പാറ്റേൺ കണ്ടിട്ട് നിങ്ങളുടെ തീം ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പെട്ടുപോകും. കാരണം ഈ ഒരു കളർ പാറ്റേണിൽ നമ്മൾ ഒത്തിരി തീമുകൾ സെറ്റ് ചെയ്യാറുണ്ട്. ഇൻക്ലൂഡിങ് കാത്തൂൻ്റെ തീം, ജംഗിൾ തീം, അങ്ങനെ കുറേ തീമുകൾ നമ്മൾ ഈ ഒരു കളർ പാറ്റേണിൽ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു ജംഗിൾ തീമിൽ സെറ്റ് ചെയ്തിട്ടുള്ള കേക്കാണ്. വൈൽഡ് ആനിമൽസിൻ്റെ കമനീയ ശേഖരം നമ്മൾ ഈ കേക്കിൻ്റെ ചുറ്റുമായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആനയുണ്ട്, കുരങ്ങനുണ്ട്, പാണ്ടയുണ്ട്, സീബ്രയുണ്ട്. ഇതൊക്കെ ഏത് കാട്ടിലാണ് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കാണ്. അപ്പം നമ്മുടെ കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹത്തിനെയും ആനേനെയും ഒക്കെ കൂടെ ഒന്നും കൂടെ കേക്കിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്തെടുത്തിട്ട് ഈ കേക്കിൻ്റെ ഫൈനൽ വർക്കിലോട്ട് നമ്മൾ പോകുകയാണ്. ഇതിൻ്റെ സൈഡിൽ നമ്മൾ പൈപ്പ് ചെയ്യുന്നത് ലീഫൊക്കെ ചെയ്യാൻ എടുക്കുന്ന നോസിൽ വെച്ചിട്ടാണ് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പൈപ്പിംഗ് തന്നെയാണ് ഫുൾ റൗണ്ടിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് സെറ്റപ്പ് ആക്കി എടുക്കുന്നത് കേട്ടോ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രിൻറ്റുകളൊക്കെ നോൺ എഡിബിൾ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിബിൾ ഫോട്ടോ പ്രിൻറ്റിൻ്റെ കേക്കുകൾക്ക് വരുന്ന അത്രയും റേറ്റ് ഇതിന് വരില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ജംഗിൾ തീമൊക്കെ കണ്ട് മതിയാവുമ്പോഴേക്ക് അടുത്തൊരു വെറൈറ്റി കേക്കിനുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. ഇതൊരു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി കേക്ക് ആയിരുന്നു കേട്ടോ. കേക്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുള്ളത് മാത്രമായിരുന്നു കസ്റ്റമർ പറഞ്ഞിരുന്നത്. ഡിസൈനൊക്കെ ചൂസ് ചെയ്തത് ഞങ്ങൾ തന്നെയാണേ. ബേസിക്കലി കസ്റ്റമറിനെ പോലും സർപ്രൈസ് ചെയ്യാനുള്ളൊരു ടൈപ്പ് കേക്കാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. കുറച്ച് നാൾ മുമ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിന്നിട്ടുള്ള ഒരു ടൈപ്പ് കേക്കാണ് കേട്ടോ ഇത്. ഫോണ്ടൻറ്റിൽ സ്ലൈഡ് ചെയ്ത് വരുന്നൊരു മെസ്സേജിൻ്റെ ഒരു സെറ്റപ്പാണ് നമ്മൾ ഈ കേക്കിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോണ്ടൻറ്റ് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം സൈസിലുള്ള 2 ഫോണ്ടൻറ്റ് റൗണ്ടുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. അവിടെ സ്ലൈഡ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോണ്ടൻറ്റ് വെച്ചിട്ട് തന്നെ ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് എഗ് വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എഗ് വൈറ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മൾ ബോയിനെ വെക്കുന്നത്. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള റിബണാണ്. അങ്ങനെ ഈ കേക്കിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സുകളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആവശ്യം പോലെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ റൈറ്റിംഗ് കൂടെ എഴുതിയെടുക്കുമ്പോൾ ഫോണ്ടൻറ്റിൻ്റെ വർക്ക് നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ സാധനം ഇങ്ങനെ തന്നെ എടുത്ത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ആ റൗണ്ടിന് കറക്റ്റായിട്ടുള്ളൊരു പൊസിഷൻ മാർക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. കാരണം വെച്ചിട്ട് ഇനി പൊസിഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. കാരണം ഇതിൻ്റെ കവറേജ് ഏരിയ വരുന്നത് കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. കേക്കിൻ്റെ സെൻറ്റർ പൊസിഷൻ നോക്കിയിട്ട് ഈ ഫോണ്ടൻ്റ് അങ്ങോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഇനി കുറച്ച് ഹാർട്ടുകളും കൂടെ വരച്ച് കൊടുക്കാനുള്ളൂ. ഈ ഫോണ്ടൻറ്റിൻ്റെ ഏരിയയിലും കേക്കിൻ്റെ ബാക്കി ഏരിയയിലും കൂടി റൗണ്ടിൽ ഹാർട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കേക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഡെയിലി ഒത്തിരി ഓർഡറുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് ചെയ്യുന്നത് കാരണം നമുക്കിതിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റാറില്ല. ഇന്ന് കണ്ടിട്ടുള്ള കേക്കുകളിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ട്രൈ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.